പിന്നെ 30 എന്നൊക്കെ പറയുമ്പോൾ സൈക്കോളജിക്കലി തന്നെ എനിക്ക് എന്തോ 30 വയസ്സായോ. ലൈക്ക് സൂപ്പർമാൻ എന്ന് പറയുമ്പോൾ ഞാൻ ബിഗ് ടൈം സൂപ്പർമാൻ ഫാനാണ്, ഫനാറ്റിക് ആക്ച്വലി. എനിക്ക് റിയലിസ്റ്റിക് സിനിമയെക്കാളും കൂടുതൽ ഇഷ്ടം ഫാൻറ്റസിയാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ദൈവം അങ്ങനത്തെ ഒരു അവസരം ഉണ്ടാക്കി തന്നാൽ ഐ വാണ്ട് ടു ഡു എ സൂപ്പർ ഹീറോ മൂവി. അപ്പോൾ നമ്മളൊരു കേൾപ്പത്തി ചെയ്യുന്നതും ഒരു മുறை വന്ന് പാർത്തായ ഒരു വിക്രമാദിത്യൻ, ബട്ട് ഈ 3 ക്യാരക്ടേഴ്സിനും ഒരിക്കലും മല്ലു സിംഗിൻ്റെ ഒരു മാസ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ഡിജിറ്റൽ മീഡിയത്തിലേക്ക് കയറിയതിന് ശേഷം ഒരു 1-to-1 ഇൻറ്ററാക്ഷൻ പലരും മറന്നു കഴിഞ്ഞു. നേരിട്ട് ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല, ഐ കോൺടാക്ട്സ് വളരെ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രണയത്തിൻ്റെ ഡെഫിനേഷൻ കുറേയൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ വികാരം അത് തന്നെയാണ്. പിന്നെ എനിക്കും അത് തന്നെയാണ്. ഐ ആം ഓൾസോ സെർച്ചിങ്. നമ്മൾ ഈ ന്യൂ ഇയർ എങ്ങനെയാണ് ആഘോഷിക്കാൻ പോകുന്നത്? എൻ്റെ ന്യൂ ഇയർ ഈ വർഷം ഐ തിങ്ക് അച്ചായൻസ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരിക്കും. ആൻഡ് ആക്ച്വലി ഞാൻ മെയ് മാസം വരെ ഷൂട്ട് ചെയ്യാനാണ് തീരുമാനം. അപ്പോൾ 2017 മെയ് ആയിരിക്കും എൻ്റെ വർക്കിംഗ് പീരീഡ്. അത് കഴിഞ്ഞിട്ട് സ്പെൻഡ് ടൈം വിത്ത് ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട്. ന്യൂ ഇയർ റെസൊല്യൂഷൻ ഭയങ്കര ഹെവിയാണ്. ലൈക്ക് 2017 എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഐ വിൽ ടേൺ 30 ദിസ് ഇയർ. സോ അതൊരു മൈൽ സ്റ്റോൺ ആക്കിയിട്ട് ഫിറ്റ്നസ് ലെവൽ ഐ തിങ്ക് കുറേ ഉണ്ട്. മ്യൂസിക് ഞാൻ പെർസ്യൂ ചെയ്യാൻ ആഗ്രഹിച്ച എൻ്റെ ചെറിയ ചെറിയ ഹോബീസും ഫിസിക്കലി ടു ബി ബെറ്റർ. ബിക്കോസ് എനിക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഐ വോണ്ട് ടു ബി എ ഫിറ്റ് പേഴ്സൺ ഓൾ മൈ ലൈഫ്. സോ നമ്മൾ ഓരോ വർഷം ഇങ്ങനെ വയസ്സും കൂടുന്തോറും ഐ ജസ്റ്റ് വോണ്ട് ടു ബി ലൈക്ക് മോർ ഫിറ്റ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ട്. അപ് ടു മെനി ഇയേഴ്സ് ഐ തിങ്ക് റഫ്ലി 30 വർഷത്തിന് ശേഷം എൻ്റെ ഫാമിലി കേരളത്തിലേക്ക് റീലൊക്കേറ്റ് ആവുന്നുണ്ട്. സോ അപ്പോൾ മെയ് മാസം വരെ ഞാൻ മേ ബി ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട് ആണെങ്കിൽ ജൂൺ മാസം വരെ ഷൂട്ട് ചെയ്യും. പിന്നെ ഞാൻ 2017 ഒരു ഫ്രീ ടൈം പോലെ തന്നെയാണ്. 6 months ഐ വിൽ വർക്ക് ആൻഡ് 6 months. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. പ്രേമത്തെ പറ്റി എന്താണ് അഭിപ്രായം? പ്രണയം നല്ലൊരു വികാരമാണ്. അത് പക്ഷെ ഇന്നത്തെ കാലത്ത് പ്രണയത്തിന്റെ എക്സാക്ട് തിങ് ഇസ് ലൈക്ക് ഐ എം നോട്ട് ഇൻ ടു വെർച്വൽ ലവ്, ഐ എം നോട്ട് ഇൻ ടു ടെലിഫോണിക് ലവ്, ഐ എം നോട്ട് ഇൻ ടു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഇതൊന്നും എൻ്റെ അതല്ല. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് നമുക്ക് ആകെ സംഭവിച്ചതും ഇനിയും സംഭവിക്കാൻ പോകുന്നത് ലൈഫിൽ ഒരു അമ്മയും അമ്മയുടെ കുഞ്ഞും അല്ലെങ്കിൽ അച്ഛനും ആ ഒരു റിലേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ബിക്കോസ് വി ആർ ഇൻ ടു സോ മച്ച് ഇങ്ങനെ ഡിജിറ്റൽ മീഡിയത്തിലേക്ക് കയറിയതിന് ശേഷം ഒരു 1-to-1 ഇൻറ്ററാക്ഷൻ പലരും മറന്നു കഴിഞ്ഞു. നേരിട്ട് ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല, ഐ കോൺടാക്ട്സ് വളരെ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രണയത്തിൻ്റെ ഡെഫിനേഷൻ കുറേയൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ വികാരം അത് തന്നെയാണ്. യു ആർ മാഡ്ലി ഇൻ ലവ് വിത്ത് എ പേഴ്സൺ ആൻഡ് യു കനോട്ട് ലിവ് വിതൗട്ട് ദാറ്റ് പേഴ്സൺ. പിന്നെ എനിക്കും അത് തന്നെയാണ്. ഐ ആം ഓൾസോ സെർച്ചിങ്. നമ്മൾ അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവട്ടെ എന്ന്. ഫ്യൂച്ചർ പ്രോജക്ട്സ് ഞാനിപ്പോൾ അച്ചായൻസ് ചെയ്യുന്നു. പിന്നെ കപ്പിൾ ഓഫ് മലയാളം ഫിലിംസ് ആൻഡ് ഒരു തെലുങ്ക് ഞാൻ ഭാഗ്മതി അത് കംപ്ലീറ്റ് ചെയ്യുന്നു. ബൈ മെയ് ലൈക്ക് ഐ സെഡ് ഞാൻ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യും. ഐ വിൽ ടേക്ക് എ സ്മോൾ ബ്രേക്ക് ഫോർ 2017. ബട്ട് യു വോണ്ട് ഫീൽ ദാറ്റ് ഗ്യാപ്പ് ബിക്കോസ് റിലീസ് അവരുടെ രാവുകൾ എന്ന് പറഞ്ഞാൽ ഞാനും ആസിഫും ചെയ്തൊരു പടമുണ്ട്, ഷാനിൽ മുഹമ്മദ് ഡയറക്ട് ചെയ്തത്. സോ ഐ ഗോട്ട് റിലീസ് ആസ് വെൽ. ഐ ഗോട്ട് 5 റിലീസ്. സോ ഈ വർഷം അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നതാണ് എൻ്റെ വിശ്വാസം. ബട്ട് മോർ ഫോക്കസ് ഈസ് ഓൺ മേക്കിംഗ് ഷുവർ ദാറ്റ് ഐ എം ഏബിൾ ടു ബാലൻസ് തിങ്സ്. നമ്മൾ എപ്പോഴും ലൈഫിൽ എല്ലാവർക്കും വരുന്ന ഒരു കംപ്ലയിൻറ്റ് എനിക്ക് വേണ്ടെന്നുണ്ട്. ബിക്കോസ് സ്ക്രീൻ ടൈം ജോലിയിലും മറ്റ് പല മെറ്റീരിയലിസ്റ്റിക് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കി പിന്നെ വയസ്സാം കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ എല്ലാവരും വയസ്സായ ആൾക്കാർ കീപ്പ്. ബിക്കോസ് ഞാൻ 18-ാം വയസ്സിൽ ഞാൻ ജോലിക്ക് പോയപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും 40 വയസ്സുള്ള ആൾക്കാരായിരുന്നു, ചേട്ടന്മാർക്ക്. സോ ദേ വിൽ ഓൾവേസ് ടെൽ യു നീ ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് 30 to 40 ഈസ് യുവർ ലൈഫ്. ബിക്കോസ് പിന്നെ ആ ഒരു ടൈം കഴിഞ്ഞാൽ യു ആർ ഒരു ജനറേഷൻ ടുക്ക് ലിഫ്റ്റായി. അപ്പോൾ അതൊക്കെ മൈൻഡ് വെച്ചിട്ട് ഇറ്റ് മേ സൗണ്ട് വെരി ഫിലോസഫിക്കൽ, പക്ഷേ സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രാക്ടിക്കലായ കാര്യങ്ങളാണ്. ബിക്കോസ് ഈ 30-40 വയസ്സിൻ്റെ ഇടയിലാണ് എല്ലാവരും. ഞാൻ കരിയർ ഓറിയൻറ്റഡ് ആണ്, ഐ എം വെരി ഫോക്കസ്ഡ്. പക്ഷേ ഐ ഓൾസോ വോണ്ട് ടു പ്രയോറിറ്റൈസ് ചെയ്തു ചില കാര്യങ്ങളൊക്കെ. ഫാമിലി, ഫ്രണ്ട്സ്, കുറച്ച് കാലമുള്ളത്. അപ്പോൾ ലെറ്റ് us ബി വെരി ഹാപ്പി. അങ്ങനെ പിന്നെ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ്
45 എല്ലാ ആണുങ്ങൾക്ക് സംഭവിക്കുന്നത് 40-45 വയസ്സ് കഴിഞ്ഞാണ് യു ഗെറ്റ് എ ടൈം ടു ഫ്ലറിഷ് അഗൈൻ. ആ സമയത്ത് ഇഫ് യു ആർ നോട്ട് ഫിറ്റ്, ഇഫ് യു ഹാവ് എ ബോയ് ഹൂസ് ലൈക്ക് 15 years old ആൻഡ് യു കനോട്ട് ക്യാച്ച് ഹിം വൈൽ ഈസ് റണ്ണിങ്, ഭയങ്കര ഒരു ഷെയിംഫുൾ അവസ്ഥയായിരിക്കും. എനിക്കങ്ങനെ മാനസികമായിട്ട് ഞാൻ തളർന്നു പോകും ചിലപ്പോൾ. യു ഹാവ് എ 10-year-old ബോയ് ആൻഡ് ആർ എ ഗേൾ ആൻഡ് യു കനോട്ട് പാർക്കിൽ കളിക്കാൻ പറ്റില്ല, അതൊരു ട്രാജഡി ആയിരിക്കും. സോ ഫോർ ദാറ്റ് ഫിസിക്കൽ ഫിറ്റ്നസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാനത് എല്ലാവരോടും എടുത്തെടുത്ത് പറയുന്നത് വെച്ചാൽ ഫോർ വൺ റീസൺ, ബിക്കോസ് നമ്മളിപ്പോഴത്തെ കഴിക്കുന്ന ഫുഡും നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും സോ മച്ച് ഓഫ് നെഗറ്റിവിറ്റി അറൗണ്ട്. പീസിനെയൊക്കെ കുറിച്ച് നമ്മൾ ഇരുന്ന് പഠിക്കുകയാണ്. പിന്നെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, എവറിത്തിങ് ഈസ് സോ എന്താ പറയുക ഡിപ്രസിങ്. ഈ ഒരു ജനറേഷൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലമാണ്. സോ അതിൽ ഒരു തെറാപ്പി പോലെയെങ്കിലും ഇതിനെ കാണണം. ലൈക്ക് യോഗ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, മെഡിറ്റേഷൻ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞാൽ പിന്നെ ഞാൻ ഇതുവരെ മെഡിറ്റേഷൻ ഒന്നും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഐ വോണ്ട് ടു ഗെറ്റ് ഇൻ ടു ഇറ്റ്. ഞാനിത് പറയുന്നത് വെച്ചാൽ വൈ എം ബീങ് വെർബൽ അബൌട്ട് ഈസ് ബിക്കോസ് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു 4 പേരുണ്ടെങ്കിലും അതിൽ ഒരാളെങ്കിലും ഇത് ഫോളോ ചെയ്താൽ നന്നാവുള്ളൂ. ഇറ്റ്സ് ലൈക്ക് എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് എ ഗുഡ് തിങ് ദാറ്റ് ഐ ഗോട്ട് ടു നോ ഫ്രം മൈ എൽഡേഴ്സ് ആൻഡ് മൈ പിയേഴ്സ്. നമ്മൾ വായിച്ച പുസ്തകങ്ങളൊക്കെ ആയിരുന്നു. ഇറ്റ്സ് എ ഗുഡ് തിങ്. അത് പ്രൊഫഷണലി ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും എല്ലാവരും, ആൻഡ് പേഴ്സണലി ഓൾസോ. ഒരു മൈൻഡിലൊരു കൺട്രോൾ എപ്പോഴും നല്ലതാണ്. മൈൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ സാധനമാണ്. അപ്പോൾ അതിനൊന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാൻ പറ്റാൻ തന്നെ ഭയങ്കര ഇതായിരിക്കും. സോ ദാറ്റ് ഈസ് മൈ തിങ്. സൂപ്പർമാനോടുള്ള ആരാധനയ്ക്ക് എന്താണ് കാരണം? ലൈക്ക് സൂപ്പർമാൻ എന്ന് പറയുമ്പോൾ ഞാൻ ബിഗ് ടൈം സൂപ്പർമാൻ ഫാനാണ്, ഫനാറ്റിക് ആക്ച്വലി. വിയറിങ് ആ സൂപ്പർമാൻ ടീ ആസ് വെൽ. എൻ്റെ വണ്ടിയിൽ, എൻ്റെ ഫോണിൽ, എൻ്റെ വീട്ടിൽ, എൻ്റെ മൈൻഡിൽ മൊത്തം ഐ സി മൈസെൽഫ് ആസ് എ സൂപ്പർമാൻ. അത് എൻ്റെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ആ ക്യാരക്ടർ എപ്പോഴും എന്നെ ഭയങ്കരമായിട്ട് ഫാസിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് സംവെയർ ഇറ്റ് ടോക്സ് അബൌട്ട് ഹോപ്പ്, ബീങ് ഹെൽപ്ഫുൾ ടു അതേഴ്സ്. സോ ഭയങ്കര ഫിലോസഫിക്കലായിട്ടാണ് സൂപ്പർമാൻ എന്ന ക്യാരക്ടർ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്നത്. ദർ ബി മെനി പീപ്പിൾ ഹു സീ ഇറ്റ് ആസ് എ കോമിക് റോൾ അല്ലെങ്കിൽ പല തരത്തിലും. പിന്നെ നമുക്ക് എപ്പോഴും ഒരു ഐക്കോൺ അല്ലെങ്കിൽ ഒരു ഐക്കോണിക് ഫിഗർ നമ്മൾ ഇതുപോലെയൊക്കെ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും മനസ്സിലാക്കിയത് സൂപ്പർമാൻ ഈസ് സംതിങ് ലൈക്ക് നമ്മുടെ ഒരു ഔട്ടർ മാസ്ക് ഊരി കളഞ്ഞാൽ സൊസൈറ്റിയും ഫാമിലി, ഫ്രണ്ട്സ്, എവറിബഡി ഗീവ്സ് യു എ മാസ്ക്, പുട്ട് ഓൺ എ മാസ്ക്. ഈ മാസ്ക് ഇങ്ങനെ ഊരി കഴിയുമ്പോൾ വാട്ട് ആർ യു ഇൻസൈഡ്, ദാറ്റ് ഈസ് എ സൂപ്പർമാൻ ഫോർ മീ. അപ്പോൾ അങ്ങനെയൊക്കെ കാണാണ്. പിന്നെ അതിൻ്റെ ഒരു ഫൺ എലിമെൻ്റ് ഉണ്ട്. എനിക്ക് ഇറ്റ് കീപ്സ് മീ യങ്. ഐ തിങ്ക് ഈ ഒരു ദിസ് തിങ് ഹാസ് ഓൾവേസ് ഹെൽപ്പ് മീ അലോട്ട്. ഭയങ്കര സ്ട്രെസ്സായിരിക്കുമ്പോൾ 2-3 സൂപ്പർമാൻ സിനിമകളിട്ട് കാണാം. കുറേ ഓൾറെഡി എൻ്റെ കയ്യിൽ സൂപ്പർമാൻ്റെ ആക്ഷൻ ഫിഗേഴ്സ് ഉണ്ട്, സൂപ്പർമാൻ മോഡൽ ചെറിയ കാറുണ്ട്. ബാറ്റ്മാനും ഇഷ്ടമാണ്, ഇല്ല എന്ന് പറയുന്നില്ല എന്തോ. പക്ഷേ സൂപ്പർമാനോടാണ് ഒരു ഭയങ്കര താല്പര്യം. തീർച്ചയായിട്ടും ലൈക്ക് ഐ മീൻ ലൈക്ക് എൻ്റെ ഫാസിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഐ ലവ് ലോട്ട് ഓഫ് ഫാൻറ്റസി. VFX ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ദൈവം അങ്ങനത്തെ ഒരു അവസരം ഉണ്ടാക്കി തന്നാൽ ഐ വോണ്ട് ടു ഡു എ സൂപ്പർ ഹീറോ മൂവി. ഐ വോണ്ട് ടു ക്രിയേറ്റ് സംതിങ്. VFX ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഇതിനോട് ഇഷ്ടം വരുമ്പോൾ ഡെഫിനറ്റ്ലി അതെൻ്റെ പ്രൊഫഷണൽ അല്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ വരാൻ പോകുന്ന സിനിമകളിൽ അതിൻ്റെ ഒരു ചെറിയ ചോയ ഉണ്ടാവും എന്തായാലും. ആൻഡ് ഐ വോണ്ട് ഇറ്റ് ടു ഹാപ്പൻ. ഐ ബാഡ്ലി വോണ്ട് ഇറ്റ് ടു ഹാപ്പൻ. എനിക്ക് റിയലിസ്റ്റിക് സിനിമയെക്കാളും കൂടുതൽ ഇഷ്ടം ഫാൻറ്റസിയാണ്. ഓൾറെഡി കുറേ നമുക്കെല്ലാം അറിയാം. സോ ഇനിയിപ്പോൾ പണ്ടത്തെ പോലെ സിനിമയിലൂടെ ഒരു കാര്യം പറയേണ്ട ആവശ്യമില്ല. യു ഹാവ് ഇൻ്റർനെറ്റ്, യു ഹാവ് എവറിത്തിങ്. നമ്മൾ പണ്ടൊക്കെ സിനിമ സൊസൈറ്റിയുടെ ഒരു മിറർ ഇമേജ് ആയിട്ട് കാണിക്കാറുണ്ടായിരുന്നു. പക്ഷേ സോഷ്യൽ മെസ്സേജ് ആൻഡ് ഓൾ, ഐ തിങ്ക് നോബഡി വാണ്ട്സ് ഇറ്റ്. ടു ബി വെരി ഓണസ്റ്റ് അബൌട്ട് ഇറ്റ്. എല്ലാവർക്കും എല്ലാം ആക്സസ് ഉണ്ട്, യൂട്യൂബ്, അത് ഇത് എല്ലാം, സോഷ്യൽ മീഡിയ. അപ്പോൾ എല്ലാ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ സിനിമ കണ്ടിട്ട് ഞാനിപ്പോൾ ഒരു കാര്യം പഠിക്കും, അല്ലെങ്കിൽ സിനിമ കണ്ടിട്ട് ഞാൻ ചീത്തയായി, സിനിമ കണ്ടിട്ട് ഞാൻ നന്നായി എന്നൊന്നും പറയേണ്ട ഒരു ഇന്നത്തെ കാലത്ത് അതിൻ്റെ ആവശ്യമില്ല. സോ വെൻ യു ഡോണ്ട് വോണ്ട് റിയാലിറ്റി, ദി ഓൺലി തിങ് ലെഫ്റ്റ് ഇസ് ഫാൻറ്റസി. ഞാനാണെങ്കിൽ ഭയങ്കര എനിക്ക് സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന ഒരാളാണ്. ഐ ഹാവ് എ വെരി ഡിഫറെൻറ്റ് ലൈഫ്. ഐ ഹാവ് എ ഡിഫറെൻറ്റ് തിങ് ദാറ്റ് കംസ് ഇൻ ടു. സോ അതൊക്കെ ദൈവം സഹായിച്ചിട്ട് സിനിമയിലൂടെ എനിക്ക് പറയാൻ പറ്റട്ടെ എന്ന് എന്തെങ്കിലും, ദാറ്റ്സ് എ ബിഗ് തിങ് ഫോർ മീ. വിക്രമാദിത്യൻ പുലരി
വിണ്ണിലെ പൊന്നിൻ സൂര്യൻ. ഉണ്ണി മുകുന്ദന് ഒരു സൂപ്പർ ഹീറോ ലുക്കുണ്ട്, ഒരു സൂപ്പർ ഹീറോ ഇമേജും. ഈ സൂപ്പർ ഹീറോ സബ്ജക്റ്റ് അല്ലാതെ വേറെ ക്യാരക്ടർ സിനിമകൾ ചെയ്യാറുണ്ടോ? അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് മല്ലു സിംഗിന് ശേഷം ഞാൻ അങ്ങനത്തെ ഒരു സിനിമ ചെയ്തിട്ടില്ല. ബട്ട് ദ പ്രോബ്ലം ഇസ് ദാറ്റ് ദർ ഈസ് എ ഹാങ് ഓവർ. അപ്പോൾ നമ്മളൊരു കേൾപത്തി ചെയ്യുന്നതും ഒരു മുறை വന്ന് പാർത്തായ ഒരു വിക്രമാദിത്യൻ, ഓൾ ദീസ് ആർ വെരി ഗുഡ് ഫിലിംസ് ഐ തിങ്ക്. ബട്ട് ഈ 3 ക്യാരക്ടേഴ്സിനും ഒരിക്കലും മല്ലു സിംഗിന്റെ ഒരു മാസ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഐ എം വെരി പ്രൗഡ് ഓഫ് ഇറ്റ് ബിക്കോസ് അതൊരു ബേർഡൻ ആയിട്ടും നോക്കുന്നുണ്ട്, അതൊരു കോംപ്ലിമെന്റ് ആയിട്ടും കാണുന്നുണ്ട്. ആ ക്യാരക്ടറിനെ ബീറ്റ് ചെയ്യാൻ ഐ ഹാവ് ടു കോൺസ്റ്റന്റ്ലി ഇംപ്രൂവ്, ഓർ ഐ ഹാവ് ടു ഈ സോ കോൾഡ് ഒരു കുറച്ചൊരു സൂപ്പർ ഹീറോ അല്ലെങ്കിൽ ഭയങ്കര ആക്ഷൻ എന്ന് പറയുമ്പോഴാണ് ഈ സൂപ്പർ ഹീറോ നമ്മൾ ഫീൽ ചെയ്യുന്നത്. ബട്ട് എനിക്ക് കുറച്ചും കൂടി ഒരു ലുക്കിംഗ് അപ് ടു ഒരു ഇമേജ് ആണ്. നമ്മൾ ഇവനെ പോലെ ആവാൻ ആഗ്രഹിക്കുന്നത്. മല്ലു സിംഗിന്റെ ക്യാരക്ടർ പെങ്ങൾക്ക് വേണ്ടിയിട്ട് ഗൂൺസിനെ ഫൈറ്റ് ചെയ്യുന്നു. അവന്റെ കുടുംബക്കാരെല്ലാം അവൻ കാത്തു സൂക്ഷിക്കുന്നു. വേറൊരു കുടുംബത്തിന് വേണ്ടി അവന്റെ ഐഡന്റിറ്റി തന്നെ വേണ്ടാന്ന് വെക്കുന്നു. ദീസ് ആർ സൂപ്പർ ഹ്യൂമൻ ക്വാളിറ്റീസ്. ഒരു സാധാരണ മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ നല്ല കഥാപാത്രങ്ങൾ വരട്ടെ എന്ന് വിചാരിക്കുന്നു. ബട്ട് ഐ എം ഹാപ്പി ദാറ്റ് ഇങ്ങനെ ബാക്ക് ഓഫ് ദി മൈൻഡ് ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. സോ ഇറ്റ്സ് ഫെയർ ഇനഫ്. പുലിമുരുകൻ പോലെ ഒരു സിനിമ മലയാളത്തിൽ വരുന്നതിൽ എന്താണ് അഭിപ്രായം? മലയാളം ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ അത് 100 കോടി കളക്ട് ചെയ്തു. ഐ തിങ്ക് ദാറ്റ് ഇസ് ദി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഞാൻ പറയട്ടെ, അത് ക്വാളിറ്റി ഓഫ് സിനിമ, ഏത് തരം സിനിമ, ഇത് പല ക്രിട്ടിക്കലായിട്ട് നമ്മൾ പുലിമുരുകനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ പല തരത്തിലുള്ള സിനിമ, ഇങ്ങനത്തെ ജോണറിൽ പെടുന്ന സിനിമയെ കുറിച്ച്, സൂപ്പർ ഹ്യൂമൻ എന്തോ ഈ ക്യാരക്ടേഴ്സ് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന ആ ഒരു റെബലിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പലരും പറയണ്ടാവില്ല, ഞാൻ സിനിമ കാണാൻ പോകുന്നത് ഞാൻ അതിൻ്റെ ആർട്ടിസ്റ്റിക് വാല്യൂക്ക് വേണ്ടിയിട്ടാണ്. എവറിബഡി ഹാസ് എ ടേക്ക്, പക്ഷേ ദ മെജോറിറ്റി ഹാസ് ദിസ്. അതുകൊണ്ടാണ് പുലിമുരുകൻ പോലത്തെ ഒരു സിനിമ വന്നപ്പോൾ 100 കോടി കളക്ട് ചെയ്തു. ആൻഡ് വെൻ സമ്മൺ ചെയ്തത് ഭയങ്കര ആർട്ടിസ്റ്റിക് ആയ സിനിമയാണ് എനിക്കിഷ്ടം, അതിനുണ്ട് ഈവൻ ഐ ലൈക്ക്. പക്ഷേ മെജോറിറ്റി ഈസ് ഓൾവേസ് റൈറ്റ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. വാട്ട് മെജോറിറ്റി വാണ്ട്സ് they want a certain kind of liberation. That is, ഒരു നായകനെ എപ്പോഴും സൊസൈറ്റി ഓൾവേസ് നീഡ്സ് ഒരു ലീഡർ. they want someone to look up to. ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ why you say അച്ഛൻ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് you want a fatherly figure around you. അപ്പോൾ you always need somebody to look up to. ഇങ്ങനെ ആവണം. ഞാൻ ചെറിയ കുട്ടി വന്നപ്പോൾ I wanted beard just because my father had beard. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ എല്ലാ ഫോട്ടോസിലും ഞാൻ താടി മീശ വരച്ചു വയ്ക്കും. ഐ വാസ് ബാഡ്ലി വെയിറ്റിംഗ് ഫോർ ദ ഡേ വെരിൻ എനിക്ക് എൻ്റെ അച്ഛനെ കണ്ടിട്ട്, പിന്നെ എൻ്റെ അച്ഛന് നിന്ന് കിട്ടിയ കുറേ നല്ല ക്വാളിറ്റീസ് ഉണ്ട്. ദ ഫ്യൂ തിങ്സ് ദാറ്റ് യു ഡോണ്ട് വാണ്ട്, ദ ഫ്യൂ തിങ്സ് യു ഓൾവേസ് വാണ്ട് ടു ബി ലൈക്ക് യുവർ ഫാദർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയമാണ്, സ്കൂളിൽ പോകുമ്പോൾ, സിനിമകൾ കാണുമ്പോൾ. അപ്പോൾ നമുക്കൊരു പൊളിറ്റിക്കൽ ഫിഗറിനോട് ഇഷ്ടം തോന്നും. പിന്നെ നമുക്കൊരു ആക്ഷൻ ഫിഗർ, സോ മെനി തിങ്സ്. പീപ്പിൾ വി ടെൻ ടു, നമ്മുടെ ഒരു ഇൻട്രസ്റ്റിനനുസരിച്ച് നമ്മൾ അത്രയും ആൾക്കാരെ മീറ്റ് ചെയ്യും. സോ അങ്ങനത്തെ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു ഫാൻറ്റസി വേൾഡ് ഉണ്ട്. നമ്മളെല്ലാവരും പറയും ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു, ഇങ്ങനെയായിരുന്നു ആഗ്രഹിച്ചത്. സോ വാട്ട് ഈസ് ദാറ്റ് ആഗ്രഹം? അത് നിങ്ങളുടെ ഒരു ഫാൻറ്റസിയാണ്. ഇതാണ് പഠിച്ചത്, ഇതാണെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഇതാണ്, എഞ്ചിനീയറിംഗ് ആണ്, എന്നാൽ ഞാൻ റൈറ്റർ ആവാൻ ശ്രമിച്ചു. സോ യു ഹാവ് എ ഫാൻറ്റസി ഇൻ യുവർ ലൈഫ്. ഞാൻ അതിനെക്കുറിച്ച് വളരെ വേർബലാണ്. സോ I definitely want to see me working in all those kinds of film. Not that I don't enjoy it. അതുകൊണ്ട് ഞാൻ KL10 എന്നൊരു സിനിമ ചെയ്തു. അതിൽ ജിൻ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇറ്റ്സ് എ ഫാൻറ്റസി. മോഹ്സിൻ പരാരി ഹി ബ്രോട്ട് ഇൻ ദാറ്റ് തിങ്. ഒരു മുறை വന്ന് പാർത്തയിൽ നായിക ഒരു യക്ഷിയാണ്. ഇറ്റ്സ് എ ഫാൻറ്റസി. I somewhere feel that it excites me a lot. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് തരുന്ന കാര്യം നമ്മൾ പെർസ്യൂ ചെയ്യണം. ആൻഡ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഇഷ്ടമായില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് യു വിൽ ബി ഗുഡ് ഇൻ ഇറ്റ്. You will do. So I stop pleasing people. I mean, like I want to explore my things. അപ്പോൾ അതൊക്കെയാണ്. അരികിൽ പതിയിടനെഞ്ചിലാരോ മൂളും രാഗം. മോഹൻലാൽ സിനിമയിൽ വില്ലനായി അഭിനയിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? വലിയൊരു ഒരു മൈൽ സ്റ്റോൺ ആണ് 2016 എന്നൊക്കെ പറയുമ്പോൾ കരിയറിൽ തന്നെ. ബിക്കോസ് ലാലേട്ടൻ്റെ സ്പടികം സിനിമ കണ്ടിട്ടാണ് എനിക്ക്, ഞാൻ എൻ്റെ അമ്മയോട് ഇങ്ങനെ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞത്, വില്ലനൊക്കെ ആവണമെങ്കിൽ എങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഹീറോ ആയിട്ട് നിൽക്കുള്ളൂ. ആൻഡ് ദാറ്റ് റിയലി ഹാപ്പൻസ്. നമ്മൾ ചില സമയത്ത് തമാശയ്ക്ക്, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് പോലും നമ്മൾ വി ഷുഡ് ബി വെരി കെയർഫുൾ. ഏത് ഭാഗ്യത്തിന് നല്ല ആഗ്രഹമാണ് വന്നത്. ഞാൻ ഒരിക്കലും ഇങ്ങനെ മോശമായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുക. ബട്ട് ഐ ഓൾവേസ് ഫീൽ ദാറ്റ്
നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ഭയങ്കര അതിൻ്റെതായ ഒരു കോസ്മിക് ശക്തിയുണ്ട്. നമ്മൾ പറയുന്നത് ശരിയായി പോകും. പണ്ട് പറഞ്ഞതാ, ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാ. പക്ഷെ ഇപ്പൊ ഇതിൽ ഭയങ്കര പക്ക വില്ലൻ അല്ലെങ്കിലും ഒരു നെഗറ്റീവ് ടച്ച് തന്നെ. പുള്ളിക്കാരനാണ് എന്നെ അവസാനം അടിച്ച് കൊല്ലുന്നതൊക്കെ. സോ ഐ വാസ് ലൈക്ക്, ചുമ്മാ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ പറഞ്ഞതാ. ബട്ട് നൈസ്. അങ്ങനെ ഒരു നല്ലൊരു ഭാഗ്യം ഉണ്ടായി. വെരി പ്രൗഡ് മൊമെന്റ് ഫോർ മീ, മൈ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്. ഐ ഡോണ്ട് കം ഫ്രം ടിപ്പിക്കൽ സിനിമാറ്റിക് ഫാമിലി ഒന്നുമല്ല. കൊണ്ട് കരിയറിലുണ്ടായ ചെറിയ ചെറിയ കാര്യങ്ങളും എനിക്കും എൻ്റെ കുടുംബക്കാർക്കും എൻ്റെ ഫ്രണ്ട്സിനും, ദാറ്റ് ഈസ് നോൺ ഫിൽമി ഫ്രണ്ട്സിനൊക്കെ ഭയങ്കരമായിട്ട് ഹൈ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ ഞാൻ ജയറാമേട്ടനൊപ്പം വർക്ക് ചെയ്യുന്നു പറയുമ്പോൾ തന്നെ അത് വലിയൊരു സംഭവമാണ്. ഫോർ മീ ഓൾസോ ആസ് എൻ ആക്ടർ, യെസ്, ഞാൻ ഏറ്റവും കൂടുതൽ മൾട്ടി സ്റ്റാർ സിനിമകളും സോളോസ് സിനിമകൾ ചെയ്ത് എനിക്ക് തോന്നുന്നു എൻ്റെ ഏജ് ഗ്രൂപ്പിൽ ഐ വിൽ ബി ദി ഓൺലി ഗായ് ഹു ഈസ് ഡൂയിങ് സോളോ മൂവി. ഐ തിങ്ക് ആസിഫ് ഈസ് ഓൾസോ ഡൂയിങ് ഇറ്റ്. പക്ഷേ എന്നാലും ഐ തിങ്ക് ഞാൻ എൻ്റെ സെലക്റ്റഡ് നമ്പർ ഓഫ് ഫിലിംസിന് ഐ ആം ട്രൈങ് ടു ബാലൻസ് ഇറ്റ് വിത്ത് സോളോ ഫിലിംസ് ആസ് വെൽ ആസ് ഒരു മൾട്ടി സ്റ്റാർ. ആൻഡ് ഐ തിങ്ക് ഐ എം പ്രിറ്റി ഡൂയിങ് ഗുഡ് അബൌട്ട് ഇറ്റ്. അച്ചായൻസിലെ ക്യാരക്ടറെ പറ്റി ഒന്ന് പറയാമോ? ഈ സിനിമ ക്യാരക്ടർ അച്ചായൻസിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ടോണി മാവച്ചൻ. ടോണി ഈസ് ഫിൽത്തി റിച്ച്. അതുകൊണ്ട് തന്നെ അവന് പ്രത്യേകിച്ച് പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ ഒരു ഏറ്റവും വലിയ വീക്ക്നെസ്സും അവൻ്റെ ഏറ്റവും വലിയ ഹോബീസ് ലൈക്ക് ഹീസ് ഇൻ ടു ആൽക്കഹോൾ. ഭയങ്കരമായിട്ട് കള്ളു കുടിക്കും. ആൻഡ് അതിനെ ചൊല്ലി കള്ളു കുടിക്കുന്നതിന് മുന്നേ വേറൊരു ടോണിയാണ്, കള്ളു കുടിച്ചതിന് ശേഷം ദേഴ്സ് അനദർ ടോണി. അപ്പോൾ അത് ആൻഡ് ദാറ്റ് ബിൽഡ്സ് ദി എൻറ്റയർ. പിന്നെ ക്രൈസിസ് വരുന്ന ഇവൻ്റെ ഒരു കോപ്രായങ്ങൾ കൊണ്ടാണ്. സോ ഞാൻ ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഫാമിലി എൻ്റർടൈനറാണ്. ജയറാമേട്ടൻ്റെ ഒപ്പം ആദ്യമായിട്ട് മലയാള സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം. ഞാൻ തെലുങ്ക് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വേറെ ഹീ പ്ലേസ് എ വില്ലൻ. അപ്പം ലാലേട്ടനൊപ്പം അഭിനയിക്കാൻ പറ്റി, മമ്മൂക്കയൊപ്പം. ഇവരെയൊക്കെ കണ്ടിട്ടാണ് ഞാൻ മലയാള സിനിമയിലേക്ക് നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് വന്നത് തന്നെ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അവരുടെ ഒപ്പം എല്ലാം അഭിനയിക്കാൻ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായത്. ഐ തിങ്ക് ഐ ഹവ് ഗ്രോൺഡ് ആസ് എൻ ആക്ടർ അവരുടെ ഒപ്പം ഒക്കെ വർക്ക് ചെയ്തപ്പോൾ തന്നെ. ഇതിൽ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഫാമിലി എൻ്റർടൈനറാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിശ്വസിച്ച് പറഞ്ഞാൽ. മല്ലു സിംഗിൻ്റെ റൈറ്ററാണ് ഈ പടത്തിൻ്റെ റൈറ്റർ. കണ്ണൻ താമരക്കുളം സാറാണ് ഡയറക്ടർ. വെരി ഗുഡ് ടീം. ഐ തിങ്ക് നല്ല ടെക്നിക്കൽ ക്രൂ ആണ്, നല്ല പ്രൊഡക്ഷൻ ആൻഡ് ലോട്ട് ഓഫ് ആക്ടേഴ്സ്. അമല, ശിവദ, പിന്നെ അനു സിത്താര, ആദിൽ, സഞ്ജു ശിവരാം, അങ്ങനെ കുറേ വലിയ പ്രകാശ് രാജ്, സിദ്ദിഖേട്ടൻ, അങ്ങനെ കുറേ ആക്ടേഴ്സ് ഉണ്ട്. ഭയങ്കര സോളിഡ് സ്ക്രിപ്റ്റാണ്. പിന്നെ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടർ കൂടിയാണ് ഇങ്ങനത്തെ ഒരു ഗെറ്റപ്പും. ഇതൾ വിരിയും ഈരാവിൻ നിറമോഹം. എന്തൊക്കെയാണ് ഹോബീസ്? എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. മ്യൂസിക് ഞാൻ എന്താണെന്ന് പറയുന്നില്ല, ഇവിടെ ഓഫ് കോഴ്സ് ദേഴ്സ് എൻ ഇൻസ്ട്രുമെന്റ് ദാറ്റ് ഐ ലൈക്ക്. അപ്പോൾ അത് പെർസ്യൂ ചെയ്യണമെന്നുണ്ട്. പിന്നെ വാട്ട് ഐ ലൈക്ക് ഈസ് കുറച്ച് എൻ്റെതായ ചെറിയ കാര്യങ്ങൾ, വെരി പ്രൈവറ്റ്. ആൻഡ് ട്രാവലിംഗ് ഉണ്ട്. ഒരു 2 months or 3 months ഓഫ് ട്രാവലിംഗ്. 2017 ഞാൻ സീരിയസ്ലി ഒരു 6 മാസം അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് വേണ്ടി. ആൻഡ് 6 മാസം അതിന് മുന്നേ ഈ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ 2-3 പടങ്ങളൊക്കെ കമ്മിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഇങ്ങനെ വെൻ പീപ്പിൾ ടോക്ക് അബൌട്ട് മീ ദേ ഡു എക്സ്പെക്ട് എ സർട്ടൻ ഫിസിക്കൽ ഫിറ്റ്നസ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളിൽ ഞാനിപ്പോൾ അച്ചായൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കള്ളുകൂടിൻ്റെ ക്യാരക്ടറാണ്. സോ ഫോർ ദാറ്റ് ഐ ഡോണ്ട് വോണ്ട് ടു കം അക്രോസ് ആസ് എ ഗായ് ഹൂസ് വെരി ഫിറ്റ്. അതായത് നമ്മളൊരു കള്ളുകുടി എന്ന് പറയുകയും ചെയ്യുന്നു, പിന്നെ സ്ക്രീനിൽ ഭയങ്കര ഫിസിക്കാലിറ്റി കാണിച്ചാൽ അതൊരു എവിടേക്കും ഒരു റോങ് ഇംപ്രഷൻ കൊടുക്കും. ദാറ്റ് ഈസ് കള്ളു കുടിച്ചാലും. പിന്നെ സോ ഫോർ ദാറ്റ് ഐ ഹാഡ് ടു റിയലി കട്ട് ഡൗൺ ഓൺ മൈ എവറിത്തിങ്. സോ ഐ എം നോട്ട് ആസ് ഫിറ്റ് ആസ് ദ മിത്ത് ഈസ് ഓൾ അബൌട്ട്. അപ്പോൾ ഈ പടങ്ങളൊക്കെ ഒരു സിനിമയ്ക്ക് അനുസരിച്ച് നമുക്ക് അത് മാറ്റേണ്ടി വരും. പക്ഷെ ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും ഐ തിങ്ക് ഐ അഗെയിൻ ട്രൈ ടു ഗെറ്റ് ബാക്ക് ടു മൈ ബെസ്റ്റ്. പിന്നെ 30 എന്നൊക്കെ പറയുമ്പോൾ സൈക്കോളജിക്കലി തന്നെ എനിക്ക് 30 വയസ്സായോ? ബിക്കോസ് നമ്മൾ ഇതുവരെ 22 ഒരിക്കലും തീരില്ല എന്നൊക്കെ വിചാരിച്ച് 30 വയസ്സില്ല. അത് എനിക്ക് തോന്നുന്നു മേ ബി ബിക്കോസ് ഓഫ് ബിയർഡ് ആൻഡ് കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്തുകൊണ്ട് കുറേയൊക്കെ എന്നെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ബട്ട് ഫ്രം ഹിയർ ഫിറ്റ്നസ് വിൽ ബി എ വെരി. ഞാൻ കുറേ വർഷം 15 വർഷമായിപ്പോൾ. അപ്പോൾ അതിങ്ങനെ കുറച്ചും കൂടി വേറെ തരത്തിൽ കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ ട്രൈ ചെയ്യും. ലൈക്ക് ഫാമിലിയും വർക്കും. ഇപ്പോൾ ഇത്ര കഴിഞ്ഞ 2-3 വർഷം മോർ ഫോക്കസ്ഡ് ഓൺ വർക്ക്. നമ്മൾ ബാക്കിയൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. സോ ഐ തിങ്ക് കുറച്ചൊരു സ്പിരിച്വാലിറ്റി ആൻഡ് ഓൾ ഇറ്റ് ഹാസ് ഹിറ്റ് മീ. അതുകൊണ്ട് അതൊക്കെ ഫോളോ ചെയ്യും. അച്ചായൻസ് മൂവിയിൽ ഒരു വെള്ളമടിക്കാരനായിട്ടാണ് അഭിനയിക്കുന്നതെന്ന് കേട്ടു. റിയൽ ലൈഫിലും വെള്ളമടിക്കാറുണ്ടോ? ഇല്ല, ശരിക്കും ഇല്ല, കട്ടൻ കാപ്പിയൊക്കെ. ഞാൻ ഇതിനൊക്കെ ഫിറ്റ്നസ് ലൈഫിലൊരു ഭാഗമായതിനു ശേഷം ഇങ്ങനെ ഡ്രിങ്ക്സ് ആൻഡ് സ്മോക്ക് ഹാസ് ഓൺലി ബീൻ ഫോർ
എന്താ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്ത് പേഴ്സണലി എനിക്കതൊരു കിക്ക് തരുന്നില്ല. സാധാരണ ഇത് ഇപ്പോൾ ചിലർക്ക് പുസ്തകം വായിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഹൈ ആയി പോകും, ചിലർക്ക് കള്ളു കുടിക്കുമ്പോൾ വരും. അപ്പോൾ എനിക്ക് കിട്ടുന്നത് കുറച്ച് എക്സസൈസും കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസ് സ്പോർട്സിലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനൊരു സൂപ്പർമാനെ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ഇഫ് യു ഗോ ത്രൂ എനി സൂപ്പർ ഹ്യൂമൻ അല്ലെങ്കിൽ സൂപ്പർമാൻ്റെ കോമിക്സ് ഒക്കെ പോകുമ്പോൾ ഒരിക്കലും ഒരു സ്ഥലത്ത് ഇരുന്ന് പോപ്കോൺ കഴിക്കുന്ന ഒരാളല്ല. അപ്പോൾ അങ്ങനെ സോ ഐ വോണ്ട് ബി ആൻ ആക്ടർ ഹൂ ഈസ് ട്രൈങ് ടു ഡു എവറിത്തിങ്. ഇപ്പോൾ എൻ്റെ സമയം ഒരു ഇമേജ് ബേസ്ഡ് ആകുമ്പോൾ പല സിനിമകൾ ജസ്റ്റ് ബിക്കോസ് ഐ ഡിഡ് ഇറ്റ് അതൊരു ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓവർ ദി ടൈം 2 or 3 times you watch it, then you are like, okay, it's a good film. അപ്പോൾ അങ്ങനത്തെ എല്ലാത്തരം എക്സ്പീരിയൻസസ് 2016 എനിക്ക് തന്നു. ആൻഡ് ഐ എം ഗോയിങ് സ്ട്രോങ് ഇൻ 2017. ദി ഓൺലി തിങ് ഇസ് ദാറ്റ് 2017 എനിക്ക് 30 വയസ്സാവും. അപ്പോൾ എനിക്കൊന്ന് അതൊരു 3-4 മാസമെങ്കിലും അത് നമുക്ക് വേണ്ടി ഒന്ന് ചിലവാക്കിയാൽ കൊള്ളാമെന്ന് ഒരു തോന്നലിട്ടാണ്. എല്ലാവരോടും പറയാനുള്ളത് ഐ ഹോപ്പ് യു ഹാവ് എ ഫാന്റാസ്റ്റിക് 2017. 2016 ബാക്കി വെച്ച കാര്യങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ട്രൈ ടു complete your goals and make sure that you are happy. നിങ്ങളുടെ വീട്ടുകാർ, കുടുംബക്കാർ, ഫ്രണ്ട്സ് എല്ലാവരും ഷുഡ് ബി ഹാപ്പി. യു ഷുഡ് ബി ഹാപ്പി. 2017 റോക്കിംഗ് ആവട്ടെ. പിന്നെ എല്ലാ സിനിമകളും കാണാനുള്ള ഒരു അവസരം നമുക്ക് രണ്ടുപേർക്കും ഉണ്ടാവട്ടെ. ആൻഡ് യു ഹാവ് എ ഗുഡ് ടൈം ആൻഡ് ഐ ലവ് യു ഓൾ. ഹാപ്പി ന്യൂ ഇയർ. ബൈ.